Hi, good evening all. Audible ആണോ എല്ലാവർക്കും? ഓഡിബിൾ ആണ് മിസ്സേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റൊമീന. സോ നമ്മളിവിടെ ഇന്ന് ടോസ് അക്കാഡമി CSR എക്സാമിന് മുന്നോടിയായിട്ട്, നമുക്കറിയാം മാർച്ചിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത്, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു 3-day വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. ഇതിൽ ഇന്നത്തെ ദിവസം 3 ടീച്ചേഴ്സാണ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് റൊമീന, എൻ്റെ അഞ്ജു ആൻഡ് ദീപ മിസ്സും കൂടി ഇതിന് ശേഷം സെക്ഷൻ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ ഫസ്റ്റ് ഡേ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നാളെ ഈ ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് PYQs, അതായത് ഇതിനു മുന്നേ CSRൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 19-ാം തീയതി ഒരു മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം CSR ബേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് ബിയും അതേപോലെ തന്നെ പാർട്ട് സി സെക്ഷൻ്റെ 400 മാർക്സിന്റെ ഒരു എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 3 ഡേയ്സ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോഡൽ എക്സാം ടോസ് അക്കാഡമിയുടെ ആപ്പ് വഴിയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ ടോസ് അക്കാഡമിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാണ്. നമുക്കിവിടെ നെറ്റിന്റെ ക്ലാസ് മാത്രമല്ല, സെറ്റ്, അതേപോലെ തന്നെ കേട്ടറ്റ്, ദെൻ റീസെന്റ് PSC വിളിക്കുന്ന എക്സാംസ്, HSA, HSST, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് PSC എക്സാംസിനെല്ലാം ഇവിടെ കോച്ചിങ് നടക്കുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് എക്സാം ഓൾറെഡി മാർച്ച് 1-ാം തീയതി നിങ്ങളുടെ എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം കഴിയുമ്പോഴേക്ക് നമ്മൾ അടുത്ത ബാച്ചും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഒരു ബാച്ച് ഇവിടെ റണ്ണിങ് ആണ്. ഇനി എക്സാമിന് ശേഷമായിരിക്കും അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ബയോളജി ആയിരിക്കും. കാരണം CSR എക്സാമിന് ഡെവലപ്മെന്റൽ ബയോളജിയിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക്, ഒരു 20 മാർക്സിൻ്റെയെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡെവലപ്മെന്റൽ ബയോളജി. അപ്പോൾ ഡെവലപ്മെന്റൽ ബയോളജിയുടെ ആനിമൽ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് കുറച്ച് ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡെവലപ്മെന്റൽ ബയോളജി ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ എല്ലാം കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്നാലും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് നിന്നാണ് നമ്മളിപ്പോൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് സ്പെസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് 1 ആണ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കതിനെ മൊസൈക്ക് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡയഗ്രാമിലേക്ക് നോക്കുക. നമ്മളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ നോക്കാം, ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് മൊസൈക്ക് എന്നും പറയാം. എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ട്യൂണിക്കേറ്റ് എംബ്രിയോ ആണ്. ഇവിടെ നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡയഗ്രാം ഒരു 8 സെൽ കണ്ടീഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 4 സെൽ, അതിന്റെ ബാക്കിൽ ഒരു 4 സെൽ വരും, ടോട്ടൽ 8 സെൽ കണ്ടീഷൻ. ഈ ട്യൂണിക്കേറ്റ് എംബ്രിയോയുടെ ഭാഗമാണ്. എംബ്രിയോയില് ടോട്ടൽ 8 സെൽസ് ഉണ്ട്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സെൽസ് ഇവിടെ നമ്പർ ചെയ്തിരിക്കുന്ന കാണാം. അതിന് ഓരോ പർട്ടിക്കുലർ ഫേറ്റ് ഉണ്ട്. എംബ്രിയോയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ നോക്കുക, എക്ടോഡം ഫോം ചെയ്യുന്നുണ്ട്, ദെൻ നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ ഈ A4 എന്ന് പറയുന്ന ഒരു സെൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആന്റീരിയർ ഭാഗം ഇവിടെ നോട്ടോകോഡ്, ദെൻ അതേപോലെ തന്നെ എൻഡോഡം. അങ്ങനെ ഓരോ സെല്ലിനും ഓരോ പർട്ടിക്കുലർ ഫേറ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഡയഗ്രാം നോക്കുക. സോ ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ആദ്യത്തെ ഡയഗ്രാമിൽ ഈ സെൽസ് എല്ലാം എംബ്രിയോയുടെ ഭാഗമായിരുന്നു. ഈ രണ്ടാമത്തെ ഡയഗ്രാമിൽ ഈ സെൽസ് എല്ലാം ഡിസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എംബ്രിയോയിൽ നിന്ന് ഓരോ സെൽസും സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തു. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തപ്പോഴും അതിന്റെ ഫേറ്റിന് യാതൊരു വ്യത്യാസമില്ല. നോക്കുക, ഈ ആദ്യത്തെ സെല്ല് നോക്കുക, അത് കൃത്യമായിട്ട് എംബ്രിയോയുടെ ഭാഗമായിട്ട് ഇരുന്നപ്പോഴും എക്ടോഡോമാണ് ഫോം ചെയ്തത്, ഡിസോസിയേറ്റ് ചെയ്തപ്പോഴും എക്ടോഡോമാണ് ഫോം ചെയ്തത്, യാതൊരു വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെ A4 എന്ന് പറയുന്ന ഒരു സെല്ല് നോക്കുക, എംബ്രിയോയുടെ ഭാഗമായിട്ട് ഇരുന്നപ്പോഴും നോട്ടോകോഡ് ആൻഡ് എൻഡോഡോമായിട്ട് ഫോം ചെയ്തു, ഡിസോസിയേറ്റ് ചെയ്തപ്പോഴും നോട്ടോകോഡും എൻഡോഡോമുമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഈ പറയുന്ന പർട്ടിക്കുലർ സെൽസ്, ഈ ട്യൂണിക്കേറ്റ് എംബ്രിയോയുടെ സെൽസ് എന്ന് പറയുന്നത് അത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോണോമസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ. ഇപ്പൊ ഓട്ടോണോമസ് കോളേജസ് എന്നൊക്കെ പറയുന്ന പോലെ സ്വയംഭരണം. അപ്പൊ അത് എംബ്രിയോയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അതിന് ഫേറ്റ് എന്താണോ, അപ്പൊ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സെയിം ഫേറ്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഫേറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അത് എവിടെ വെച്ചാലും, അത് ഡിസോസിയേറ്റ് ചെയ്തപ്പോഴും അത് സെല്ലിന്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോഴും അതിന്റെ ഫേറ്റ് സെയിം തന്നെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണുന്നത് ട്യൂണിക്കേറ്റ് എംബ്രിയോ.
അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് ഇപ്പൊ മൊസൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ മൊസൈക്ക് എന്ന് പറയുമ്പോൾ ഇത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ കാണിക്കുന്നത് ലോവർ ഫോംസ് ഓഫ് ആനിമൽസ്, ഇൻവേർട്ടിബ്രേറ്റ്സിലൊക്കെയാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക, ട്യൂണിക്കേറ്റ് എംബ്രിയോ. ഈ ഒരു 2 മാർക്സിന്റെ ചോദ്യമായിട്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്ത ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്പെസിഫിക്കേഷനിലും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് നോക്കുക. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ റെഗുലേറ്റീവ്. എക്സാമ്പിൾ നോക്കുക, കുറച്ചും കൂടി ഹയർ ഫോം ഓഫ് ആനിമൽ ആണ്. ഇവിടെ ഫ്രോഗ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്രോഗിന്റെ കേസിൽ നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിക്കുക, അത് എക്സ്പെരിമെന്റ് ആണ്. ഇപ്പൊ ഡി ബിയിലും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ തന്നിട്ട് ആ ഒരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ഡയഗ്രാം നോക്കുക, ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ഷെയ്ഡിൽ കുറച്ച് സെൽസ് മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. റെഡ് ഷെയ്ഡിൽ ഈ സെൽസ് ഏതാണ്? ബാക്ക് സെൽസ് ആണ്. ബാക്ക്, BACK, അതായത് ബാക്ക് സൈഡിൽ വരുന്ന സെൽസ് ആണ് ആ ഒരു പർട്ടിക്കുലർ സെൽസിൽ നിന്ന് ഫോം ചെയ്യുന്നത്, ആ ഷെയ്ഡഡ് പോർഷനിലേക്ക്, റെഡ് ഷെയ്ഡഡ് പോർഷനിൽ നിന്ന്. ഇത് നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇവിടെ നോർമൽ ആയിട്ട് ബാക്ക് സെൽസ് അതിൽ നിന്ന് കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നോർമൽ കേസ് ആണ്. ഇനി രണ്ടാമത്തെ ഈ ഒരു ഡയഗ്രാം നോക്കുക, സെക്കൻഡ് ഡയഗ്രാം. സെക്കൻഡ് ഡയഗ്രാമിൽ അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ ആരോ നോക്കുക. ആദ്യത്തെ ഡയഗ്രാമിലുള്ള ബാക്ക് സെല്ല് അത് ബെല്ലി സൈഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഇതാണ് ബെല്ലി സൈഡ് എന്ന് പറയുന്നത്. അതായത് ബെല്ലി സൈഡായിട്ട് മാറാൻ സാധ്യതയുള്ള ഭാഗമാണിത്. ഈ ബാക്ക് സെല്ല് എടുത്തിട്ട് ബെല്ലി സൈഡ് ആവുന്ന സൈഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. പക്ഷെ അവിടെ നമ്മൾ റിസൾട്ടന്റ് ഇത് നോക്കുമ്പോൾ, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടാഡ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ബെല്ലിയാണ് ഫോം ചെയ്തിരിക്കുന്നത്, അവിടെ ബാക്ക് ഫോം ചെയ്തിട്ടില്ല അല്ലെ, അവിടെ ബെല്ലി ഫോം ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സെല്ല് ഏതാ? ബാക്ക് സെല്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓട്ടോണോമസ് ആയിരുന്നെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഏത് തരം സെൽസാ വരേണ്ടത്? ബാക്ക് സൈഡിൽ വരേണ്ട സെൽസ് ആയിരുന്നു അവിടെ വരേണ്ടിയിരുന്നത്. പക്ഷേ ബാക്ക് സെൽസ് ബെല്ലി ഏരിയയിലേക്ക് വെച്ച സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ബാക്ക് സെൽ അവിടെ നോർമൽ ആയിട്ട് ബെല്ലി സെല്ല് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? ഇവിടുത്തെ ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ ആണ്. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സെല്ല് ഇവിടെ ഉണ്ടെങ്കിൽ ആ സെല്ലിന്റെ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ നെയ്ബറിംഗ് സെൽസ് ആണ്. ആ സെല്ലിന് ചുറ്റും കുറെ സെൽസ് ഉണ്ടാവുമല്ലോ, അതിന്റെ നെയ്ബറിംഗ് സെല്ല് ആ പർട്ടിക്കുലർ സെല്ലിന് ഇതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതായത് ഇവിടെ ബെല്ലി ഏരിയ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ബെല്ലി സെൽസ് ആണ് നിങ്ങൾ ഇവിടെ ഫോം ചെയ്യേണ്ടത്, ബാക്ക് അല്ല. അപ്പൊ ബാക്ക് സെൽസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ബെല്ലി സൈഡ് ആയതുകൊണ്ട് തന്നെ നെയ്ബറിംഗ് സെൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇവിടെ ബെല്ലി സെൽസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ നെയ്ബറിംഗ് സെൽസിന്റെ ഇന്ററാക്ഷൻ വഴി നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റിനെ നമ്മൾ പറയുന്നത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്നാണ്. ഇനി അടുത്ത ഡയഗ്രാം നോക്കുക, ബി എന്ന് പറയുന്ന ഒരു ഡയഗ്രാം നോക്കുക. ഇവിടെ മറ്റൊരു എക്സ്പെരിമെന്റ് ആണ്. ഈ സെയിം എംബ്രിയോയുടെ, ഫ്രോഗിന്റെ എംബ്രിയോ എന്ന് പറയുന്നത് ഇത് ബ്ലാസ്റ്റുലർ സ്റ്റേജ് ആണ് കേട്ടോ. ഈ ബ്ലാസ്റ്റുലർ സ്റ്റേജ് എംബ്രിയോയുടെ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട്, ഓക്കെ, ഗ്ലാസ് നീഡിൽ യൂസ് ചെയ്തിട്ട് കുറച്ച് സെൽസ് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് സെൽസ് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. അവിടെ കുറച്ച് ബ്ലാങ്ക് ഏരിയ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, കുറച്ച് ഏരിയ അവിടെ മിസ്സാണ്. പക്ഷെ എന്നാലും ഡെവലപ്മെന്റ് അവിടെ നോർമൽ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. അതിനർത്ഥം എന്താ? ഓട്ടോണോമസ് ആയിരുന്നെങ്കിൽ അത് ഡിഫക്റ്റീവ് ആയിരുന്നേനെ. പക്ഷെ കണ്ടീഷണൽ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സെൽസ് മിസ്സിംഗ് ആണെങ്കിൽ പോലും ഈ തൊട്ട് അടുത്തുള്ള നെയ്ബറിംഗ് സെൽസ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഡിവൈഡ് ചെയ്തിട്ട് ആ ഏരിയ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഫേറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇന്ററാക്ഷൻ വിത്ത് നെയ്ബറിംഗ് സെൽ. നെയ്ബറിംഗ് സെല്ലാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 മാർക്സിന് പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ടീഷണലും അതേപോലെ തന്നെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. നമുക്ക് നാളെ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം കൂടി പറയാണ്. സി എലിഗൻസ്. സി എലിഗൻസിന്റെ സെൽ സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇതിന്റെ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ്. ഇപ്പൊ സി എലിഗൻസിന്റെ സൈഗോട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൈഗോട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽ. ഇപ്പൊ നോർമലി നമുക്കറിയാം ഒരു സൈഗോട്ട് ക്ലീവേജ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ 2 സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സെല്ല്, രണ്ടാമത്തെ സെല്ല്. അപ്പൊ സി എലിഗൻസിന്റെ കേസിൽ ഈ സെൽസിന് പറയുന്ന പേരെന്താണ്? ബ്ലാസ്റ്റോമിയസ്. സൈഗോട്ട് ക്ലീവേജ് വഴി ഫോം ചെയ്യുന്ന സെൽസ് ബ്ലാസ്റ്റോമിയസ്. ഇവിടെ ഡയഗ്രാം നോക്കുക. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ബ്ലാസ്റ്റോമിയസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നിനെ നമ്മൾ AB എന്ന് പറയും, മറ്റൊന്നിനെ P1. AB എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? നമ്മൾ സൈഗോട്ടിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ AB എന്ന് പറയുന്നത് അതിന്റെ ആന്റീരിയർ ആണ്, P എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ആണ്. പക്ഷെ ഈ 2 സെല്ലിന്റെ
അവരുടെ സ്പെസിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. നമ്മൾ സെയിം പറഞ്ഞ കണ്ടീഷണൽ ഓട്ടോണോമസ് റിലേറ്റ് ചെയ്തതായതുകൊണ്ടാണ് അതൊന്നുകൂടി ഒന്ന് പറഞ്ഞത് സി എലിഗൻസിന്റെ കേസിൽ. ഇവിടെ നോക്കുക, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബിയുടെ ഡെവലപ്മെന്റ് കണ്ടീഷണൽ ആയിരിക്കും. പക്ഷെ അതേസമയം പോസ്റ്റീരിയറിൽ കാണുന്ന P1ന്റെ ഡെവലപ്മെന്റ് ഓട്ടോണോമസും ആയിരിക്കും. ഓക്കെ, ഒരേ സൈഗോട്ടിൽ തന്നെ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന രണ്ട് ബ്ലാസ്റ്റോമിയസിന്റെയും രണ്ട് രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇത് ആരുടെ കേസിലാണ്? സി എലിഗൻസിന്റെ കേസിലാണ്. അപ്പൊ ഈ രീതിയിൽ ചോദ്യം വരാറുണ്ട്. സി എലിഗൻസിന്റെ കേസിൽ എ ബി P1 ഒക്കെ തന്നിട്ട് സ്പെസിഫിക്കേഷൻ ഏതാണോ, ഓട്ടോണോമസ് ആണോ കണ്ടീഷണൽ ആണോ എന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആംഫിബിയൻസിന്റെ ആക്സിസ് ഫോർമേഷൻ ആണ്. ആക്സിസ് ഫോർമേഷൻ ഇൻ ആംഫിബിയൻസിന് സ്ഥിരമായിട്ട് ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം തന്നെ നമ്മൾ ഡയഗ്രാം വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആംഫിബിയൻസിന്റെ ഈ ഒരു സൈഗോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവരുടെ ഡോർസലും അതേപോലെ തന്നെ വെൻട്രലും എങ്ങനെ ഫോം ചെയ്യുന്നു. ഡോർസൽ വെൻട്രൽ ആക്സിസ് ആണ്. നമുക്കറിയാം സൈഗോട്ട് ഈ പറയുന്ന റൗണ്ട് ഷേപ്പിലുള്ളത് അത് ഏത് വേണേലും ഡോർസൽ ആകാം, ഏത് വേണേലും വെൻട്രൽ ആകാം. അപ്പൊ ഡോർസൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? സ്പേമിന്റെ എൻട്രി ആണ്. അല്ലെ, സൈഗോട്ടിൽ എവിടെ വേണേലും വന്ന് സ്പേം എൻ്റർ ചെയ്യാം. അപ്പൊ സ്പേമിന്റെ എൻട്രി ആണ് ഈ റെഡ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സ്പേം ആണെന്നുണ്ടെങ്കിൽ സ്പേം സൈഗോട്ടില് എവിടെയാണോ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, ഇറ്റ് ബിക്കംസ് വെൻട്രൽ സൈഡ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആ ഡോട്ടഡ് ലൈൻ നോക്കുക, നേരെ ഓപ്പോസിറ്റ് ഡോർസൽ സൈഡുമായിട്ട് മാറും. സോ ഡോർസൽ വെൻട്രൽ ആക്സിസ് പ്രൈമറി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? സ്പേമിന്റെ എൻട്രി ആണ്. സ്പേം എൻട്രി ചെയ്യുന്ന ഭാഗം വെൻട്രൽ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡോർസൽ സൈഡ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു എംബ്രിയോയിൽ നമുക്ക് വിവിധ ആനിമൽ പോൾ, അതേപോലെ തന്നെ ഇതിനെയാണ് നമ്മൾ വെജിറ്റൽ പോൾ എന്ന് പറയുന്നത്. ഈ വെജിറ്റൽ പോൾ സൈഡിൽ നമുക്കൊരു ഏരിയ ഉണ്ട് വിച്ച് ഈസ് നോൺ ആസ് എ ന്യൂക്യൂബ് സെന്റർ. അല്ലെ, ന്യൂക്യൂബ് സെന്റർ എന്ന് പറയുന്നത് ഡോർസൽ മോസ്റ്റ് വെജിറ്റൽ മോസ്റ്റ് റീജിയൻ, അതായത് ഡോർസൽ സൈഡിലായിരിക്കും, വെജിറ്റൽ പോളിലായിരിക്കും. ആ ഒരു ഏരിയയാണ് ആ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന ന്യൂക്യൂബ് സെന്റർ. ഈ ന്യൂക്യൂബ് സെന്ററിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്യൂബ് സെന്റർ അതിന് തൊട്ട് മേളിലുള്ള സെൽസിനെ ഇൻഡ്യൂസ് ചെയ്യും, സിഗ്നൽ കൊടുത്തിട്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഏരിയ ആണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഗനൈസർ. ന്യൂക്യൂബ് സെന്റർ ഒക്കെ സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. ന്യൂക്യൂബ് സെന്റർ ലൊക്കേഷൻ നോക്കുക, വെജിറ്റൽ സൈഡിലാണ്, ഡോർസൽ മോസ്റ്റ് വെജിറ്റൽ സൈഡിലാണ്. ഇറ്റ് വിൽ ഇൻഡ്യൂസ് ദ സെൽസ് എബവ് ദ ന്യൂക്യൂബ് സെന്റർ. ആ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഓർഗനൈസർ ആയിട്ട് മാറ്റും. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഗ്യാസ്ട്രുലേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സെല്ലുലാർ മൂവ്മെന്റ്, മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്യൂബ് സെന്റർ ആൻഡ് ഓർഗനൈസർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെയാണ് ഒരു ഡോർസൽ വെൻട്രൽ ആക്സിസ് ഫോം ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വീണ്ടും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കുറെ പ്രോട്ടീൻസിന്റെ പേര് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് ആ ഡയഗ്രാം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാം ഫെർട്ടിലൈസേഷൻ വഴി സ്പേം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത് കാണാം. സ്പേം വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഏത് സൈഡാണ്? വെൻട്രൽ സൈഡ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡോർസൽ സൈഡും ആണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ കുറച്ച് ഫാക്ടേഴ്സും കൂടി അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഡയഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രാമിന്റെ കോർട്ടിക്കൽ ഭാഗമാണ് ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അല്ലെ, രണ്ട് ഷെയ്ഡിലായിട്ട് കാണിച്ചു. കോർട്ടക്സ് എന്ന് പറയുമ്പോൾ പുറമേ വരുന്ന ഭാഗം, മെഡുലറി എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്ന ഭാഗം. ഈ കോർട്ടക്സ് വരുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല കോർട്ടിക്കൽ റീജിയന്റെ വെജിറ്റൽ പോളിൽ അവിടെ പ്രത്യേക ഒരു പ്രോട്ടീൻ ഉണ്ട് വിച്ച് ഈസ് നോൺ ആസ് ദ ഡിഷർവ്ഡ് പ്രോട്ടീൻ, DSH. ഇതിന്റെ എല്ലാ എക്സ്പാൻഷൻ ഒന്നും നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ചോദിക്കാറൊന്നുമില്ല. സോ നിങ്ങൾ നോക്കുക, ഡിഷർവ്ഡ് പ്രോട്ടീന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു? വെജിറ്റൽ സൈഡിലായിരുന്നു. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ, സ്പേം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോർട്ടിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന നടക്കുന്നുണ്ട്. കോർട്ടിക്കൽ റൊട്ടേഷൻ ആണ് കേട്ടോ, റിയാക്ഷൻ അല്ല, റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോർട്ടിക്കൽ ഭാഗം മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ ആരോ നോക്കുക, ആ ഷെയ്ഡഡ് പോർഷൻ നോക്കുക, അല്ലെ, ചെറിയൊരു രീതിയിൽ കോർട്ടിക്കൽ ഏരിയ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 30 ഡിഗ്രി മൂവ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ. ഫസ്റ്റ് രണ്ട് ഡയഗ്രാം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഒരു കോർട്ടിക്കൽ റൊട്ടേഷൻ നടന്നുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ ഡിഷർവ്ഡ് പ്രോട്ടീന്റെ ലൊക്കേഷൻ മാറിയില്ലേ? അതൊരു വെജിറ്റൽ സൈഡിലായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെ. അതൊരു ഡോർസൽ, കൃത്യമായിട്ട് ഒരു ഡോർസൽ ഏരിയയിലേക്ക് ഡിഷർവ്ഡ് പ്രോട്ടീൻ മാറിയിട്ടുണ്ട്. ആ ഒരു കോർട്ടിക്കൽ റൊട്ടേഷൻ മൂലമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഡയഗ്രാം C നോക്കാം. ഈ പറയുന്ന ഡോർസൽ ഭാഗത്ത് അവിടെ
ഡിസൾവ്ഡ് ആണ് DSH എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് WIN11, GBP ഇത്രയും പ്രോട്ടീൻസ് അവിടെ ഡോർസൽ സൈഡിൽ പ്രസന്റ് ആണ്. ഇതിന്റെ എക്സ്പാൻഷനിലേക്ക് പോകേണ്ട നിങ്ങൾ ആ പ്രോട്ടീൻസിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്ത ഡയഗ്രാം നോക്കുക. ഈ അടുത്ത ഡയഗ്രാമിൽ കൃത്യമായിട്ട് അവിടെ ഒരു GSK3 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്. GSK3 വെൻട്രൽ സൈഡിൽ നോക്കുക. വെൻട്രൽ സൈഡിൽ GSK3 പ്രസന്റ് ആണ്. ഡോർസൽ സൈഡിലും പ്രസന്റ് ആണ്. പക്ഷേ ഡോർസൽ സൈഡിൽ ഡിസൾവ്ഡ് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് GSK3 അത് ഡീഗ്രേഡ് ചെയ്ത് കളയുന്നുണ്ട്. അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് ഡീഗ്രേഡഡ് ആണ്. അപ്പൊ നോക്കി എങ്ങനെയാണ് ഈ ഡിസൾവ്ഡ് പ്രോട്ടീൻ മാത്രമല്ല WIN11 GBP ഒക്കെ ഡോർസൽ സൈഡിലുണ്ട്. കോർട്ടിക്കൽ റൊട്ടേഷൻ മൂലമാണ് അവരെല്ലാവരും ഡോർസൽ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ പ്രസൻസിൽ GSK3 ഡീഗ്രേഡഡ് ആയി. പക്ഷെ വെൻട്രൽ സൈഡിൽ യാതൊന്നുമില്ല. GSK3 അതുകൊണ്ട് അവിടെ ഉണ്ട്. ഇപ്പൊ GSK3 വെൻട്രൽ സൈഡിൽ ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്ന, ബീറ്റ കാറ്റിനിൻ അവിടെ ഡീഗ്രേഡഡ് ആവുന്നുണ്ട്. പക്ഷെ അതേസമയം ഡോർസൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്താ, ബീറ്റ കാറ്റിനിൻ അവിടെ പ്രസന്റ് ആണ്, സ്റ്റേബിൾ ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, GSK3 അവിടെ ഡീഗ്രേഡ് ആയി. GSK3 ഉണ്ടെങ്കിൽ ബീറ്റ കാറ്റിനിൻ അവിടെ ഉണ്ടാവില്ല. GSK3 ഇല്ലെങ്കിലാണ് ബീറ്റ കാറ്റിനിൻ അവിടെ ഉണ്ടാവുന്നത്. സോ ബീറ്റ കാറ്റിനിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങളൊക്കെ വരാറുള്ളതാണ്. സോ ബീറ്റ കാറ്റിനിൻ ഏത് സൈഡിലാണ് ഉള്ളത്, ബീറ്റ കാറ്റിനിൻ ഡോർസൽ സൈഡിൽ മാത്രമാണ് പ്രസന്റ് ആയിരിക്കുന്നത്. വെൻട്രൽ സൈഡിൽ ബീറ്റ കാറ്റിനിൻ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ബീറ്റ കാറ്റിനിൻ ഡോർസൽ സൈഡിൽ വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഡയഗ്രാമിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, കോർട്ടിക്കൽ റൊട്ടേഷൻ മൂലമാണ്. GSK3 ഡോർസൽ സൈഡിലേക്ക് വന്നു. അത് GSK3 ഡിസൾവ്ഡ് ഡോർസൽ സൈഡിലേക്ക് വന്നു. ഡിസൾവ്ഡ് GSK3 ഡീഗ്രേഡ് ചെയ്തു. ആസ് എ റിസൾട്ട് ഡോർസൽ സൈഡിൽ ബീറ്റ കാറ്റിനിൻ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഡയഗ്രാം നോക്കുക. ബീറ്റ കാറ്റിനിൻ വെൻട്രൽ സൈഡിൽ ഡീഗ്രേഡഡ് ആയി, ഡോർസൽ സൈഡിൽ പ്രസന്റ് ആണ്. ഡോർസൽ സൈഡിൽ ബീറ്റ കാറ്റിനിൻ പ്രസന്റ് ആവുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക കേട്ടോ. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുക. ബീറ്റ കാറ്റിനിൻ നോക്കിയാൽ ഒരു ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ജീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട് ബീറ്റ കാറ്റിനിൻ. അവിടെ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് മറ്റു ചില പ്രോട്ടീൻസും കൂടി അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, സയാമീസും അതേപോലെ തന്നെ ട്വിൻ. അതേസമയം വെൻട്രൽ സൈഡിൽ ഇതൊന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. അവിടെ റിപ്രഷൻ ആണ്. കാരണം എന്തുകൊണ്ടാണ്, ദർ ഈസ് നോ ബീറ്റ കാറ്റിനിൻ. ബീറ്റ കാറ്റിനിൻ അവിടെ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് പ്രോട്ടീൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, സയാമീസും ട്വിന്നും ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും അവര് ജീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് മറ്റു ചില പ്രോട്ടീൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ ഓർഗനൈസർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, കോർഡിൻ, നോഗിൻ, അതേപോലെ തന്നെ ഗൂസ്കോയിഡ്. ഇത്രയും കാര്യങ്ങൾ എവിടെയുള്ളത്, ഡോർസൽ സൈഡിലാണ് ഇത്രയും പ്രോട്ടീൻസ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. കാരണം ആ ഭാഗത്താണ് ഓർഗനൈസർ ഉള്ളത്. ഇതിനെല്ലാമാണ് ഓർഗനൈസർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കോർഡിൻ, നോഗിൻ, ഗൂസ്കോയിഡ്. അപ്പൊ ഈ ഏരിയ ആംഫിബിയൻസിന്റെ ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടെല്ലാം ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ ഡയഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനും എളുപ്പമാണ്. ആ കുറച്ച് പേരുകൾ മാത്രം നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അതിൽ ബീറ്റ കാറ്റിനിൻ റിലേറ്റഡ് ചോദ്യങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. നാളെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എക്സ്പെരിമെന്റൽ ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇനി അടുത്തൊരു ഭാഗമാണ് ടെട്രാപോഡ് ലിംഫോർമേഷൻ. ടെട്രാപോഡ് ലിംഫോർമേഷനിലും ഈ ഒരു ഡയഗ്രാം പഠിച്ചാൽ മതി. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടും ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് എക്സ്പെരിമെന്റ് ഓൺ AER എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ AER എന്താന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കാം. AER എന്ന് പറയുന്നത് എപ്പിക്കൽ എക്ടോഡം റിഡ്ജ്. ഇറ്റ് ഈസ് എപ്പിക്കൽ എക്ടോഡേം റിഡ്ജ്. അപ്പൊ നോർമലി നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിംഫോർമേഷനിലാണ് നമ്മുടെ വരുന്നത്. ടെട്രാപോഡ് ലിംഫോർമേഷൻ ആണ് ടോപ്പിക് കേട്ടോ. ടെട്രാപോഡ് ലിംഫോർമേഷൻ. ഈ ലിംസ് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ലിംബ് ഉണ്ട്, ഹൈൻഡ് ലിംബ് ഉണ്ട്. അതിന് പെർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു സൈഡിലോ ഏതെങ്കിലും സ്ഥലത്ത് ലിംഫോർമേഷൻ നടക്കുമോ ഇല്ല. അതിന് പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ഫോർ ലിംബും ഹൈൻഡ് ലിംബിനും കൃത്യമായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ മാത്രമാണ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ആദ്യം പർട്ടിക്കുലർ ഏരിയയിൽ ആദ്യം എന്താ, ഒരു ബഡ് പോലെ ഒരു ലിംഫ് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയാണ് ലിംഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ലിംഫ് ഫീൽഡിലാണ് ലിംഫ് ബഡ് പോലെയാണ് ആദ്യം ഫോം ചെയ്യുന്നത് അല്ലെ. ലിംഫ് ബഡ് പോലെ ആദ്യം ഫോം ചെയ്യും. ഇപ്പൊ ഇവിടെ കുറച്ച് മീസെൻകൈമൽ സെൽസ് ഉണ്ട്. മീസെൻകൈമൽ സെൽസ്. ഈ മീസെൻകൈമൽ സെൽസ് ആണ് ഈ സെൽസിനെ എല്ലാം ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവര് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് FGF. FGF പ്രോട്ടീൻസ് അവിടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. FGF, ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അതാണ് എക്ടോഡേമിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ എപ്പിക്കൽ എക്ടോഡേം റിഡ്ജ് ആയിട്ട് മാറ്റുന്നത്. AER. AER എന്താന്നുള്ളത് ആദ്യം ക്ലിയർ ചെയ്യണം. അപ്പൊ AER എന്ന് പറയുന്നത് ആദ്യം എവിടെയാണ് ലിംഫ് ഫോർമേഷൻ നടക്കുന്നത്? ലിംഫ് ഫീൽഡിലാണ്. ലിംഫ് ഫീൽഡിൽ ആദ്യം ലിംഫ് ബഡ് പോലെ ഫോം ചെയ്യും. അപ്പൊ അവിടെ മീസെൻകൈമൽ സെൽസ് ഉണ്ട്. മീസെൻകൈമൽ സെൽസ് ആണ് സറൗണ്ടിങ് എക്ടോഡേർമൽ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിനെ എപ്പിക്കൽ എക്ടോഡേർമൽ റിഡ്ജ് ആയിട്ട് മാറുന്നത്. അപ്പൊ മീസെൻകൈമൽ സെൽസ് സെക്രേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് FGF10 ആണ് കേട്ടോ. FGF മീസെൻകൈമൽ സെൽസ് ആണ് FGF10 ഇൻഡ്യൂസ് ചെയ്ത് FGF10 ആണ് അവരെ സെക്രേറ്റ് ചെയ്യുന്നത്. thereby it induces the outer ectoderm to form the apical ectoderm ridge. എക്സ്പെരിമെന്റ് ഓൺ AER ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന നാലല്ല, ടോട്ടലി പറയുന്ന എക്സ്പെരിമെന്റ്സ് എല്ലാം നിങ്ങൾ നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം. ഇതാണ് മീസോഡം കൊടുത്തിരിക്കുന്നത്, 4 ലിംബ് മീസോഡം. അപ്പൊ 4 ലിംബ് അതേപോലെ തന്നെ അല്ലെ, നമുക്ക് 2 ഏരിയാസ് അല്ലേ ലിംഫ് വരുന്നത്. ചിക്കിന്റെ കേസിലാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ചിക്കിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ 4 ലിംബ് എന്ന് പറയുമ്പോൾ അവിടെ വിങ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈൻ ലിംസും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എവിടെയാണ്? 4 ലിംബ് മീസോഡം ആണ് അല്ലെ. 4 ലിംബ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്താ ഫോം ചെയ്യേണ്ടത്? 4 ലിംബ്സിൽ നിന്ന് ഫോം ചെയ്യുന്ന ഏതാണ്? ചിക്കിന്റെ കേസിൽ വിങ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ്പെരിമെന്റ് നോക്കാം, ഫസ്റ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ ആദ്യം നിങ്ങൾ AER എന്താണ് അതെല്ലാം കൃത്യം, മീസെൻകൈം എന്താണ്, FGF എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് AER-നെ റിമൂവ് ചെയ്തു. എപ്പിക്കൽ എക്ടോഡർമൽ റിഡ്ജ് അതിനെ റിമൂവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ റിസൾട്ട് നോക്കിയേ, ലിംഫ് ഡെവലപ്മെന്റ് അവിടെ സീസ് ചെയ്തു അല്ലെ. AER വളരെ ഇമ്പോർട്ടന്റ് ആണ്. AER-നെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. കാരണം FGF10 അവർ സെക്രേറ്റ് ചെയ്യുമ്പോഴേക്ക് അവിടെ പ്രോലിഫറേഷൻ നടക്കും അല്ലെ. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടന്നാലല്ലേ ലിംഫ് ഫോർമേഷൻ നടക്കുള്ളൂ. ബഡായിട്ടല്ല ഫോം ചെയ്തിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടക്കണം. AER ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ലിംഫ് ഡിവിഷൻ ഒന്നും ഇല്ല, പ്രോലിഫറേഷൻ ഇല്ല, ലിംഫ് ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നോക്കുക, എക്സ്ട്രാ AER. ഓക്കെ, ഓൾറെഡി ഒരു AER അവിടെ ഉണ്ട്, അത് കൂടാണ്ട് എക്സ്ട്രാ AER നമ്മൾ ആഡ് ചെയ്യാണ്. സോ അതിന്റെ റിസൾട്ട് എന്താ? ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു. വിങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അല്ലെ, 2 വിങ്സ് അവിടെ ഫോം ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. 4 ലിംബ് മീസോഡോമിലേക്ക് ലെഗിന്റെ മീസോഡോം വെച്ചു. ലെഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈൻ ലിംബിന്റെ മീസോഡോം വെച്ചു. ആസ് എ റിസൾട്ട് അവിടെ വന്നിരിക്കുന്ന എന്താ? അവിടെ റിസൾട്ടിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. മൂന്നാമത്തെ കേസിൽ ലെഗ് മീസെൻകൈം ആണ് നമ്മൾ വിങ്ങിന്റെ AER-ൽ വെച്ചിരിക്കുന്നത്. സോ അവിടെ വന്നിരിക്കുന്ന എന്താ? ഡിസ്റ്റൽ ഹൈൻ ലിംബ് സ്ട്രക്ചേഴ്സ്. ഇവിടെ നോക്കിയാൽ ആദ്യം ഇവിടെ വിങ്സ് ആദ്യം ഫോം ചെയ്തിട്ടുണ്ട്, വിങ്സിന്റെ എൻഡിൽ ലെഗിന്റെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തു. സോ ഡിസ്റ്റൽ ഹൈൻ ലിംബ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് അറ്റ് ദി എൻഡ് ഓഫ് വിങ്. അതാണ് മൂന്നാമത്തെ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ എക്സ്പെരിമെന്റ് നോക്കുക. നമ്മൾ ഇവിടെ നോൺ ലിംഫ് മീസോഡം വെച്ചു. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? ലിംഫിന്റെ മീസോഡം ആണ്. പക്ഷേ ലിംഫിന്റെ അല്ലാത്ത മറ്റൊരു മീസോഡം വെക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന? ഗ്രോത്ത് അവിടെ സംഭവിക്കില്ല. AER റിഗ്രസ് ചെയ്യും, ലിംഫ് ഡെവലപ്മെന്റ് സ്റ്റോപ്സ്. ഇനി അഞ്ചാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്ന എന്താ? AER റിപ്ലേസ്ഡ് ബൈ FGF ബീഡ്. അപ്പൊ AER ഇല്ലെങ്കിലും അവിടെ FGF ബീഡ് അവിടെ ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ AER ഇല്ലെങ്കിലും FGF അവിടെ ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ വിങ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ടെട്രാപോഡ് ലിംഫ് ഫോർമേഷന്റെ എക്സ്പെരിമെന്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ ഈ ഡയഗ്രാമിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. എന്തൊക്കെയാണ് AER തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് പോകാനായിട്ട്. സോ ടെട്രാപോഡ് ലിംഫ് ഫോർമേഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന C. elegans-ന്റെ വൾവ ഫോർമേഷൻ ആണ്. ഫോമാക്സിന്റെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് C. elegans-ന്റെ കേസിൽ. ആദ്യം C. elegans എന്ന് പറയുന്നത് അതിന്റെ ഡയഗ്രാം നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നോക്കുക, C. elegans-ന്റെ ഡയഗ്രാം ആണ്. ഏർലി ലാർവൽ സ്റ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ഏർലി ലാർവൽ സ്റ്റേജ്. ഈ ലാർവൽ സ്റ്റേജിൽ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഇവിടെ ഒരു ഗൊണാഡ് ഉണ്ട്. ഗൊണാഡിന്റെ ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഈ ഗൊണാഡിന്റെ സെന്ററിലായിട്ട് ഒരു ആങ്കർ സെല്ലും നിങ്ങൾക്ക് കാണാം. അപ്പൊ നോക്കുക, ഗൊണാഡ് ഉണ്ട്, ഗൊണാഡിന്റെ സെന്ററിൽ ഒരു ആങ്കർ സെല്ല്. ഈ ആങ്കർ സെല്ലിന് തൊട്ടടുത്തായിട്ട് തന്നെ VPCs, വൾവൽ പ്രിക്കേഴ്സർ സെൽസ് അല്ലെ. നമ്മളിവിടെ പഠിക്കുന്ന എന്താ? വൾവൽ ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൾവൽ പ്രിക്കേഴ്സർ സെൽസ്, ഈ പ്രിക്കേഴ്സർ സെൽസിൽ നിന്നാണ് വൾവ ഫോം ചെയ്യുന്നത്.
അപ്പൊ ഗൊണാഡ് അവിടെ ഉണ്ട്. ഏർലി ലാർവൽ സ്റ്റേജിൽ ഗൊണാഡിന്റെ സെന്ററിൽ ഒരു ആങ്കർ സെൽ, അതിന് തൊട്ടടുത്തായിട്ട് അതുപോലെ തന്നെ 6 വൾവൽ പ്രിക്കേഴ്സർ സെൽസ് ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഡയഗ്രാമിൽ കുറച്ചും കൂടി ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം ഇവിടെ AC, ദാറ്റ് ഈസ് ആങ്കർ സെല്ല്. ഇതേപോലെ തന്നെ 6 സെൽസ് ഉണ്ട്. അതിന്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് 8, 7, 6, 5, 4, 3. ഇവിടെ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഈ ആങ്കർ സെല്ല് കുറച്ച് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആങ്കർ സെൽ ഒരു പ്രോട്ടീൻ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് LIN3, LIN3. ഓക്കെ, ആങ്കർ സെല്ല് പ്രോട്ടീൻസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേര് നോക്കാം കേട്ടോ, LIN3. അപ്പൊ അത് ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യുന്നത് ആരാ? ഈ പറയുന്ന 3 സെൽസും ആയിരിക്കും അല്ലെ. അതല്ല തൊട്ടടുത്ത് ആങ്കർ സെല്ലിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരായിരിക്കും LIN3 കൂടുതൽ റിസീവ് ചെയ്യുന്നത്. ഈ റിസീവ് ചെയ്യുന്ന 5ഉം 6ഉം 7ഉം, ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യുന്നത് ആരാണ്? തൊട്ടടുത്തുള്ള 6 ആണ് അല്ലെ. അപ്പൊ 6 ആണ് ഏറ്റവും കൂടുതൽ LIN3 സെക്രേറ്റ് ചെയ്യുന്നത്. 6 പ്രൈമറി വൾവർ സെൽസ് ആയിട്ട് മാറും. പിന്നീട് റിസീവ് ചെയ്യുന്നത് ആരാ? 5ഉം 7ഉം, അവർ സെക്കൻഡറി വൾവർ സെൽസ് ആയിട്ട് മാറും. അതേപോലെ തന്നെ അടുത്തത് 3ഉം അതേപോലെ തന്നെ 4ഉം 8ഉം നോക്കുവാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ LIN3 കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവര് ആങ്കർ സെല്ലിന്റെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരെ മാറിയാണ്. അപ്പൊ അവർക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നോൺ വൾവൽ സെൽസ് ആയിട്ട് മാറും, ടെർഷ്യറി ആയിട്ടൊക്കെ മാറും. അതുകൊണ്ട് തന്നെ വൾവയുടെ ഭാഗമല്ലാത്ത സെൽസ് ആയിട്ട് മാറും. അപ്പൊ നോക്കിയാൽ ഈ പറയുന്ന പ്രൈമറിയും സെക്കൻഡറി അവരാണ് വൾവ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദേ റിസീവ് LIN3 പ്രോട്ടീൻസ്. അപ്പൊ LIN3 പ്രോട്ടീൻ ആരാ സെക്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആങ്കർ സെൽ. ആങ്കർ സെൽ എവിടെ പ്രസന്റ് ആയിരിക്കുന്ന? ഗൊണാഡില്. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും എക്സ്പെരിമെന്റൽ ചോദ്യങ്ങൾ ഉള്ളതാണ്. ഡയഗ്രാം വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ LIN3 പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ P6 LIN3 സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 7നെയും അതേപോലെ തന്നെ 5നെയും ഒന്ന് പ്രൈമറി ആവാതിരിക്കാനായിട്ടുള്ള ഒരു സിഗ്നലും കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഒരാൾ മാത്രമേ പ്രൈമറി ആവുന്നുള്ളൂ. 6 മാത്രമേ പ്രിക്കേഴ്സർ സെല്ല് 6 മാത്രമേ പ്രൈമറി ആയിട്ട് മാറുന്നുള്ളൂ. അപ്പൊ അത് തൊട്ടടുത്തുള്ള അഡ്ജസന്റ് സെൽസിന് ഒരു സിഗ്നൽ കൊടുക്കും, പ്രൈമറി ആവരുത്, സെക്കൻഡറി ആവണം എന്നുള്ളത്. പക്ഷെ 3 പേരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിക്കേഴ്സർ സെൽ മേക്ക് ദി വൾവ. ദെൻ ബാക്കി സെൽസിന് ഒട്ടും തന്നെ LIN3 കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നോൺ വൾവൽ സെൽസ് ആയിട്ട് മാറും. ഇത്രയാണ് നമുക്ക് C. എലഗൻസിന്റെ വൾവൽ ഫോർമേഷനിൽ ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെ ബേസ് ആയിട്ട് എപ്പോഴും 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഈ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഡെവലപ്മെന്റൽ ബയോളജിയിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ആക്സിസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ഇൻ ഡോർസോഫില. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ അത് വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതും നമ്മൾ ഡയഗ്രാം ബേസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ആദ്യം നമ്മുടെ ആന്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റി നോക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ ഡയഗ്രാം നിങ്ങൾ നോക്കാം. ഇവിടെ കുറച്ച് നെർവ് സെൽസ് കാണാം, അതേപോലെ തന്നെ ഊസൈറ്റ്. അപ്പൊ ഊസൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പോസ്റ്റീരിയർ സൈഡിലാണ് ഊസൈറ്റ് വരുന്നത്. ഊസൈറ്റിൽ അവിടെ സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണാം. ഇവിടെ ന്യൂക്ലിയസ് കാണാം. ഊസൈറ്റ് ഏതാണ്ട് പോസ്റ്റീരിയർ സൈഡിലായിട്ടാണ്. അതായത് ടോട്ടലി നമുക്ക് ഡോർസോഫിലയുടെ നെർവ് സെൽസും കൂടി ഉൾപ്പെട്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഇനി ആ സെയിം ഡയഗ്രാം തന്നെ കുറച്ചുകൂടി ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എൻലാർജ് ചെയ്തിട്ടുള്ള ഡയഗ്രാം നോക്കാം. അപ്പൊ അവിടെ ഊസൈറ്റ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഊസൈറ്റിന്റെ പ്രത്യേകത എന്താ? ഊസൈറ്റ് കുറച്ച് പ്രോട്ടീൻസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ഗുർക്കൻ പ്രോട്ടീൻ. ആ ഒരു ഗ്രീൻ കളറിൽ ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ചുറ്റുപാടും കാണുന്ന സെൽസ് എന്ന് പറയുന്നത് ഏതാ? ഫൊളിക്കൽ സെൽസ് ആണ്. ഇവിടെ ഫൊളിക്കൽ സെൽസ് കാണാം. ഈ ഫൊളിക്കൽ സെൽസിലെ കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. ഒരു വൈ ഷേപ്ഡ് റിസപ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. റിസപ്റ്ററിന്റെ പേരാണ് ടോർപെഡോ റിസപ്റ്റർ. ആ പേരെല്ലാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോട്ടീൻ റിസീവ് ചെയ്യുന്നത് ആരാണ്? പ്രോട്ടീൻ റിസീവ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഗുർക്കൻ പ്രോട്ടീൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർപെഡോ റിസപ്റ്റർ ഫോളിക്കൽ സെൽസിൽ പ്രസന്റ് ആണ്. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് ആന്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റിയിൽ. ആദ്യം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പേര് പഠിക്കാനുള്ള എന്തൊക്കെയാണ്? ഗുർക്കൻ പ്രോട്ടീനും ഉണ്ട്, അതേപോലെ തന്നെ ടോർപെഡോ റിസപ്റ്ററും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഊസൈറ്റിന്റെ ന്യൂക്ലിയസിന്റെ കൃത്യമായിട്ട് ലൊക്കേഷനും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. കാരണം ഇനി അടുത്ത ഡയഗ്രാമിൽ കുറച്ച് വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അടുത്ത ഡയഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ന്യൂക്ലിയസിൽ നിന്ന് അല്ലെ, ന്യൂക്ലിയസ് ഒരു പോസ്റ്റീരിയർ എൻഡിലുള്ള ന്യൂക്ലിയസ് അവിടെ ലൊക്കേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 2 ഡയഗ്രാം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അവിടെ കൃത്യമായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? കാരണം അവിടെ സൈറ്റോസ്കെൽട്ടൻ റീഓർഗനൈസ് ചെയ്തു.
അതായത് മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ ഇങ്ങനെ ഓറിയന്റ് ചെയ്തു. ആസ് എ റിസൾട്ട് ഈ പറയുന്ന ഏതാണ്ട് ഒരു പോസ്റ്റീരിയർ എൻഡിൽ കാണുന്ന ന്യൂക്ലിയസ് അത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലെ. ന്യൂക്ലിയസ് രണ്ടാമത്തെ ഡയഗ്രാം നോക്കുക, അത് പോസ്റ്റീരിയർ സൈഡിൽ നിന്ന് ഏത് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്, ഏതാണ്ട് ആന്റീരിയർ ഡോർസൽ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ. രണ്ട് ന്യൂക്ലിയസിന്റെ രണ്ട് ഡയഗ്രാം കമ്പയർ ചെയ്ത് നോക്കി, ഒരെണ്ണം പോസ്റ്റീരിയർ സൈഡിലായിട്ടുണ്ട്. ഈ മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ റീഅറേഞ്ച് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. പോസ്റ്റീരിയർ എൻഡിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഇതേപോലെ തന്നെ ഊസൈറ്റിന്റെ ആന്റീരിയർ ഡോർസൽ സൈഡിലേക്ക്, അല്ല ഊസൈറ്റിന്റെ കാര്യമാണ് പറയുന്നത്, ആന്റീരിയർ ഡോർസൽ സൈഡിലേക്ക് അത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ന്യൂക്ലിയസ് ആണ് അവിടെ ഗൂർക്കൻ സിഗ്നൽ കൊടുക്കുന്നത്. അപ്പൊ ഗൂർക്കൻ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ലൊക്കേഷൻ മാറി, നേരത്തെ ഒരു പോസ്റ്റീരിയർ സൈഡിലായിരുന്നു, പക്ഷെ ഇതൊരു ഡോർസൽ സൈഡിലേക്ക് വന്നപ്പോഴേക്കും റിസീവ് ചെയ്യുന്ന ഫോളിക്കൽ സെൽസ് ഡോർസൽ സൈഡിലുള്ള ഫോളിക്കൽ സെൽസ് ആണ് അത് റിസീവ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഈ റീഅറേഞ്ച്മെന്റ് നടന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താ, ഇപ്പൊ ഇവിടെ ബൈക്കോയിഡും നാനോസും അവിടെ റീഅറേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാമത്തെ ഡയഗ്രാം നോക്കുക. അപ്പൊ അവിടെ ബൈക്കോയിഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ആന്റീരിയർ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാനോസ് പോസ്റ്റീരിയർ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡൈനിൻ ആൻഡ് കൈനസിൻ. ഡൈനിനും കൈനസിനും ആണ് കൃത്യമായിട്ട് ആ ഒരു മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് നടന്നതുകൊണ്ട് ഊസൈറ്റിലുള്ള ബൈക്കോയിഡും അതേപോലെ തന്നെ നാനോസും രണ്ട് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ബൈക്കോയിഡ് ആന്റീരിയർ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ നാനോസ് പോസ്റ്റീരിയർ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഈ ബൈക്കോയിഡിന്റെയും നാനോസിന്റെയും കൊടുത്തിരിക്കുന്നത്. അതും കൃത്യമായിട്ട് ഡയഗ്രാമിൽ നോക്കി നിങ്ങൾ പഠിക്കുക. ഡയഗ്രാമിൽ കാണാലോ അല്ലെ, ബൈക്കോയിഡ് mRNA ആന്റീരിയർ എൻഡിലാണ് കാണുന്നത്, അതേപോലെ തന്നെ നാനോസ് പോസ്റ്റീരിയറിലാണ് കാണുന്നത്. പക്ഷെ ഹഞ്ച് ബാക്കും കൗഡലും ആദ്യത്തെ ഡയഗ്രാമിൽ നോക്കുമ്പോൾ അതിന്റെ mRNAs ആണ് കൊടുത്തിരിക്കുന്നത്. mRNA വളരെ വ്യക്തമായിട്ട് തന്നെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ mRNA. പക്ഷെ അത് പ്രോട്ടീൻ ആയിട്ട് മാറുമ്പോഴേക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്. ഹഞ്ച് ബാക്കും അതേപോലെ തന്നെ കോഡലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റീരിയർ എൻഡിൽ കൂടി പോസ്റ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും കുറഞ്ഞു വരും. അതേപോലെ തന്നെ കോഡലാണെങ്കിലും പോസ്റ്റീരിയറിൽ കൂടി ആന്റീരിയറിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും. കൃത്യമായിട്ട് ഇത് പേര് ഓർത്തിരുന്നാൽ മതി. ആന്റീരിയർ എൻഡിൽ ആരൊക്കെയാണ് കാണുന്നത്, ബൈക്കോയിഡും ഹഞ്ച് ബാക്കും. ഇതേപോലെ തന്നെ ഡോർസോഫിലയുടെ പോസ്റ്റീരിയറിൽ ഏതാ കാണുന്നത്, കൗഡലും അതേപോലെ തന്നെ നാനോസും. അപ്പൊ ഈ ഒരു മൈക്രോ ട്യൂബുലർ ഡിസ്ട്രിബ്യൂഷൻ റീഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു ബൈക്കോയിഡും നാനോസും ഡൈനിനും കൈനസിന്റെ സഹായത്തോടെ രണ്ട് എൻഡ്സിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആന്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡോർസോഫിലയുടെ കേസിൽ. ഇനി അതേപോലെ തന്നെ ഡോർസോഫിലയുടെ കേസിൽ തന്നെ ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഡയഗ്രാം നോക്കുക. നേരത്തെ നമ്മൾ ആന്റീരിയർ പോസ്റ്റീരിയർ പറഞ്ഞ സമയത്ത് അതിന്റെ ന്യൂക്ലിയസിന്റെ ലൊക്കേഷൻ ഊസൈറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഊസൈറ്റിന്റെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ന്യൂക്ലിയസ് ഡോർസൽ സൈഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ന്യൂക്ലിയസ് ഗൂർക്കൻ സിഗ്നൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഗൂർക്കൻ സിഗ്നൽ നേരത്തെ അത് പോസ്റ്റീരിയർ സൈഡിലായിരുന്നു, പക്ഷെ ഇവിടെ ഗൂർക്കൻ സിഗ്നൽ കൃത്യമായിട്ട് അത് ഡോർസൽ ആന്റീരിയർ സൈഡിലേക്ക് മാത്രമാണ് റിസീവ് ചെയ്യുന്നത് അല്ലെ. ഡയഗ്രാമിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഗൂർക്കൻ അല്ലെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർപെഡോ റിസപ്റ്ററും പ്രസന്റ് ആണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഗൂർക്കനെ ടോർപെഡോ റിസപ്റ്റർ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട് ഡോർസൽ സൈഡിൽ. അപ്പൊ ഇതാണ് ഡോർസൽ സൈഡ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇത് ഡോർസൽ സൈഡ്, അതേപോലെ തന്നെ ഇത് വെൻട്രൽ സൈഡ്. പക്ഷെ ഡോർസൽ സൈഡിൽ ഗൂർക്കൻ ടോർപെഡോ റിസപ്റ്റർ ഗൂർക്കൻ സിഗ്നൽ റിസീവ് ചെയ്തപ്പോൾ അവിടെ പൈപ്പ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ സിന്തസൈസ് നടക്കുന്നില്ല. ഇറ്റ് ഈസ് ഇൻഹിബിഷൻ ഓഫ് പൈപ്പ് സിന്തസിസ്. പക്ഷെ അതേസമയം വെൻട്രൽ സൈഡിൽ എന്താ, വെൻട്രൽ സൈഡിൽ അവിടെ നോ ഗൂർക്കൻ സിഗ്നൽ. എന്തുകൊണ്ടാ, കാരണം ന്യൂക്ലിയസ് ഓൾറെഡി ഒരു ഡോർസൽ സൈഡിലേക്കാണ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൻട്രൽ സൈഡിലുള്ള ടോർപെഡോ റിസപ്റ്ററിന് ഗൂർക്കൻ സിഗ്നൽ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പൈപ്പ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ രണ്ട് പോയിന്റ് ആലോചിച്ച് വെക്കുക. പൈപ്പ് സിന്തസിസ് ഇവിടെ നടക്കുന്നുണ്ട് വെൻട്രലില്, ഡോർസൽ സൈഡില് പൈപ്പ് സിന്തസിസ് നടക്കുന്നില്ല. ഇനി അടുത്തത് കുറെ കാസ്കേഡ് ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡയഗ്രാമില് ഇവിടെ നമുക്കൊരു ഫോളിക്കൽ സെൽസ് ഡയഗ്രാമിൽ കാണിച്ചിട്ടില്ല.
ഇവിടെ ഒരു ഫൊളിക്കൽ സെൽസ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഫൊളിക്കൽ സെൽസിൽ നമുക്കിവിടെ പൈപ്പ് എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ വെൻട്രൽ സൈഡിൽ പൈപ്പ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ പൈപ്പ് അവിടെ സിന്തസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ എഗ്ഗിന്റെ വിറ്റലൈൻ മെംബ്രെയിൻ. ദിസ് ഇസ് ദ വിറ്റലൈൻ മെംബ്രെയിൻ. ഈ വിറ്റലൈൻ മെംബ്രെയിനിൽ അവിടെ പ്രോട്ടീൻസ് സൾഫേറ്റഡ് ആകും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൾഫേറ്റഡ് വിറ്റലൈൻ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണാലോ. സൾഫേറ്റഡ് വിറ്റലൈൻ മെംബ്രെയിൻ പ്രോട്ടീൻസ്. സൾഫേറ്റഡ് വിറ്റലൈൻ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ GD എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ടു ദി സൾഫേറ്റഡ് പ്രോട്ടീൻ. സൾഫേറ്റഡ് പ്രോട്ടീനിലേക്ക് GD വന്ന് ബൈൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡയഗ്രാമിൽ കാണാലോ. GD എന്ന് പറഞ്ഞിരിക്കുന്നത് GD. അതേപോലെ തന്നെ അടുത്ത പ്രോട്ടീൻ സ്നേക്ക് ഇതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സ്നേക്ക് ആക്ടിവേറ്റഡ് ആകും. ഈ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ഇവര് പ്രോട്ടീൻസ് ക്ലീവ് ചെയ്യും. ആ ഡയഗ്രാം നിങ്ങൾ നോക്കുക. 2 പാർട്സ് ഉണ്ട്. അതിൽ ക്ലീവേജ് സംഭവിച്ചിട്ട് ഒരു പാർട്ട് ആക്ടിവേറ്റഡ് പാർട്ട് അടുത്ത പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. സ്നേക്ക് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ദെൻ അടുത്തത് ഈസ്റ്റർ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ദെൻ അതിനടുത്ത് ഏതാ? സ്പാറ്റ്സിൽ. ദെൻ അടുത്തത് എന്താ? സ്പാറ്റ്സിൽ വന്ന് ടോൾ റിസപ്റ്റർ. ഡയഗ്രാം നോക്കുക. ടോൾ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. 9th സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. ടോൾ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ടോൾ റിസപ്റ്റർ എവിടെയാണ് കാണുന്നത്? ടോൾ റിസപ്റ്റർ കാണുന്നതാണ് ഊസൈറ്റിൽ. ഊസൈറ്റിലേക്കാണ്. ഊസൈറ്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഊസൈറ്റിന്റെ റിസപ്റ്റർ ആണ് ടോൾ റിസപ്റ്റർ. ടോൾ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ടോൾ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആവുമ്പോൾ അടുത്ത നോക്കുക പെല്ലെ ആൻഡ് ട്യൂബ്. പെല്ലെ ആൻഡ് ട്യൂബ് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. പെല്ലെ ആൻഡ് ട്യൂബ് ആക്ടിവേറ്റഡ് ആവുമ്പോൾ എന്താ പറ്റുന്നത്? അതില് രണ്ടും ഒരുമിച്ചായിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരെ ആവശ്യമില്ല. നമുക്ക് പെല്ലേനെ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പെല്ലെ ചെന്നിട്ട് കാക്ടസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. നോക്കിയ കാക്ടസും ഡോർസലും അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ പെല്ലെ വന്ന് കാക്ടസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന? കാറ്റക്സ് ഫോസ്ഫോറിലേഷൻ സംഭവിക്കും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്ത് കാറ്റക്സ് ഫോസ്ഫോറിലേഷൻ സംഭവിക്കും. ഫോസ്ഫോറിലേഷൻ സംഭവിക്കുമ്പോൾ കാറ്റക്സ് ഡീഗ്രേഡഡ് ആയി പോകും. ഫൈനലി നമുക്ക് ഡോർസൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ ഫ്രീ ആകും. ഡോർസല് വെൻട്രൽ സൈഡിലെ ന്യൂക്ലിയസിലേക്ക് വന്ന് എൻട്രി. അങ്ങനെയാണ് ആ ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചധികം പ്രോട്ടീൻസിന്റെ പേര് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം. വെൻട്രൽ സൈഡിൽ പൈപ്പ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പൈപ്പ് സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അത് വിറ്റലൈൻ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസിനെ സൾഫേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൾഫേറ്റഡ് പ്രോട്ടീനിലേക്ക് GD ബൈൻഡ് ചെയ്യുന്നുണ്ട്. GD സ്നേക്ക് പ്രോട്ടീനെ ക്ലീവ് ചെയ്യുന്നുണ്ട്. ദെൻ സ്നേക്ക് ഈസ്റ്ററിന് ക്ലീവ് ചെയ്യും. ഈസ്റ്റർ സ്പാറ്റ്സിലിന് ക്ലീവ് ചെയ്യും. സ്പാറ്റ്സിൽ വന്നിട്ട് എന്തായിരിക്കും? ടോൾ റിസപ്റ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. ടോൾ റിസപ്റ്റർ എന്താ ചെയ്യുന്നത്? പെല്ലേനെ ആക്ടിവേറ്റ് ചെയ്യും. പെല്ലെ എന്താ ചെയ്യുന്ന? കാക്ടസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. കാറ്റക്സ് ഫോസ്ഫോറിലേറ്റഡ് ആകുമ്പോൾ കാക്ടസ് ഡീഗ്രേഡഡ് ആയി പോകും. ഫൈനലി നമുക്ക് ഡോർസൽ അവിടെ ഫ്രീ ആയി കിട്ടും. ഡോർസൽ വന്ന് വെൻട്രൽ ന്യൂക്ലിയസിലേക്ക് വന്ന് എൻ്റർ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി ഡോർസോഫിലിയയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു ന്യൂക്ലിയസ് ആണ് പറഞ്ഞത് അല്ലെ? ഡോർസോഫിലിയയുടെ കേസിൽ ആദ്യം എങ്ങനെ പറഞ്ഞത്? ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആണല്ലോ പറഞ്ഞത്. പക്ഷെ ഡോർസോഫിലിയയുടെ കേസിൽ അത് ഇൻസെക്ട് ആയതുകൊണ്ട് തന്നെ അത് ഡിവിഷൻ സംഭവിക്കുമ്പോൾ എന്താ? ന്യൂക്ലിയസ് മാത്രമാണ് ഡിവിഷൻ സംഭവിക്കുന്നത് അല്ലെ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. ഈ പറയുന്ന ന്യൂക്ലിയസ് എല്ലാം സൈഡിലേക്ക് എല്ലാം വന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നീട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എല്ലാ സൈഡിലേക്കും അവിടെ ന്യൂക്ലിയസ് ആയി വെൻട്രൽ സൈഡിലെ ന്യൂക്ലിയസ് ഒന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒറ്റ ന്യൂക്ലിയസ് മാത്രമല്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇത്രയും സ്റ്റെപ്സ് നടക്കുമ്പോഴേക്കും മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ടാകും. അപ്പൊ വെൻട്രൽ സൈഡിൽ അവിടെ ന്യൂക്ലിയസ് ഉണ്ടാകും. അപ്പൊ ആ ന്യൂക്ലിയസിലേക്കായിരിക്കും ഈ ഡോർസൽ പ്രോട്ടീൻ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡോർസോഫിലിയയുടെ കേസിൽ ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി അവിടെ കംപ്ലീറ്റഡ് ആവുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് DBയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നുകൂടി പറയാം. ഒന്ന് സി എലഗൻസിന്റെ കേസിലുള്ള വൾവൽ ഇൻഡക്ഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആക്സിസ് ഫോർമേഷൻ ഇൻ ആംഫീബിയന്റെ ഡോർസൽ വെൻട്രൽ പൊളാരിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ചെറിയ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കണ്ടീഷണൽ ഓട്ടോണോമസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ഡോർസോഫിലിയയുടെ കേസിൽ ആന്റീരിയർ പോസ്റ്റീരിയറും ഡോർസൽ വെൻട്രൽ പൊളാരിറ്റിയും ഉണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാനുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നമുക്കൊരു ഡയഗ്രാം വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കൊരു 4 മാർക്സും 2 മാർക്സിന്റെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ മിക്കവാറും DBയിൽ ചില എക്സ്പെരിമെന്റ് ഒക്കെ തന്നിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡെവലപ്മെന്റൽ ബയോളജി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളിനി അടുത്ത സെക്ഷൻ മോളിക്കുലർ ബയോളജിയിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഡെവലപ്മെന്റൽ ബയോളജി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
പിന്നെ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഗിൽബർട്ടിന്റെ ബുക്കാണ് കേട്ടോ. ഗിൽബർട്ടിന്റെ ബുക്ക് നിങ്ങൾ വായിച്ചാൽ മതി. ഈ പറയുന്ന ഡയഗ്രാംസ് എല്ലാം അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? മെസ്സേജ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? കുറച്ച് ഡയഗ്രാം തന്നത് അതിന് വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ലൈക്ക് ഒക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഡെവലപ്മെന്റൽ ബയോളജി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടീച്ചറിലേക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ നാളെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ്. അപ്പൊ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ അത് നോക്കുക, ഗിൽബർട്ടിന്റെ ബുക്ക് ഉള്ളവരൊക്കെ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ MSCയുടെ നോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് വെക്കുക. നാളെ നമുക്ക് ഈ ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് CSR ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തറവായിട്ടൊന്ന് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാതെ നമുക്ക് നാളെ MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ താങ്ക് യു. നമ്മൾ ഇനി അടുത്ത ടീച്ചറിലേക്ക് പോവുകയാണ്. അടുത്ത ടീച്ചർ അഞ്ജു മിസ് ആണ് ഇനി അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അഞ്ജു മിസ്സിനെ വെൽക്കം ചെയ്യാണ്. അഞ്ജു മിസ്സേ